ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് മീ റനാഞ്ച് മഷ്റഫ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞത്തെ ഒരു ഷോർട്സിൽ പറഞ്ഞായിരുന്നല്ലോ ഞാനൊരു സ്ഥലത്തോട്ട് പോവുകയാണെന്ന്. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് കോഴിക്കോടാണ്. അപ്പോൾ ഇവിടെ ഞാൻ കോഴിക്കോട് എന്തിനാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ നീറ്റ് ജെഇ എൻട്രൻസ് കോച്ചിങ് ബാച്ചിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഡോപ്പയുടെ കോഴിക്കോടുള്ള എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പോയിട്ട് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അവിടുത്തെ ഓഫീസിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഡോപ്പയുടെ തന്നെ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ കൂടെ ഉണ്ട്, അപ്പോൾ അവിടെയും കൂടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഒരു വ്ളോഗ് പോലെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം എനിക്ക് പറ്റുമെന്ന് അറിയില്ല അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ. പറ്റുവാണെങ്കിൽ ഒരു എല്ലാവരും ചെയ്യാറില്ല സ്കൂൾ ടൂർ അങ്ങനത്തെ പോലെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനത്തെ ഹോസ്റ്റൽ ടൂർ അങ്ങനെയൊക്കെ കാണാറില്ലേ, പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒന്നും ചെയ്തിട്ട് ഇതൊരു പരിചയമില്ല. അപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് പറ്റുന്ന പോലെ നോക്കാം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അവിടുത്തെ പോയിട്ട് ഉള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് വാട്ടോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്, ഡോപ്പയുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂള്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ബാക്കി കൂടുതൽ വിവരങ്ങളൊക്കെ അറിഞ്ഞു നോക്കാം. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പം നമ്മൾ അവിടുത്തെ പ്രിൻസിപ്പളിനെ കണ്ടു. സാർ എനിക്ക് എല്ലാം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു കോർഡിനേറ്ററിനെ റെഡിയാക്കി തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ക്ലാസ്സൊക്കെ നടക്കുമായിരുന്നു എനിക്കിത് പറഞ്ഞു തരുന്ന സമയത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് കോർഡിനേറ്റർ കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ ഇതിന് ശേഷം കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഒന്ന് രണ്ട് ആൾക്കാരോട് ഞാൻ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ വ്ളോഗിൽ വരാൻ തയ്യാറായതുകൊണ്ട് ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഇപ്പോൾ എനിക്ക് ടീച്ചർ മെയിൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നായിരുന്നു. ഇവരുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ വരുന്നത് കോഴിക്കോടും മലപ്പുറത്തുമാണ്. പിന്നെ അബ്രോഡ് നിന്നൊക്കെ സ്റ്റുഡൻസ് വന്നിട്ട് ഇവിടെ പഠിക്കുന്നുണ്ട്. ഒരാളെ ഞാൻ കണ്ടായിരുന്നു, ഞാൻ സംസാരിച്ചായിരുന്നു. പിന്നെ ഞാൻ മെയിനായിട്ട് ചോദിച്ചത് ഇവിടുത്തെ ഹോസ്റ്റലും ക്ലാസ് റൂമിനെ കുറിച്ചും പിന്നെ മെസ്സിനെ കുറിച്ചൊക്കെയാണ്. ഇപ്പോൾ ഹോസ്റ്റലും ക്ലാസ് റൂമൊക്കെ സ്റ്റുഡൻസും പറഞ്ഞായിരുന്നു, ടീച്ചറും പറഞ്ഞായിരുന്നു. ഫുൾ AC ആണ്, നല്ല അടിപൊളി സെറ്റപ്പൊക്കെയാണ്. ഞാനും കണ്ടായിരുന്നു, ജസ്റ്റ് വീഡിയോ എടുത്തായിരുന്നു, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ചോദിച്ചത് ഞാൻ ഫുഡിനെ കുറിച്ചാണ്, മെസ്സ് എങ്ങനെയുണ്ടെന്നൊക്കെ. കാരണം അധികം ഇതുപോലെ നമ്മൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലൊക്കെ വന്ന് പഠിക്കുമ്പം അധികം മോശം അഭിപ്രായം ഉണ്ടെങ്കിൽ തന്നെ അത് ഫുഡിനെ കുറിച്ചാണ് ഉണ്ടാകാറ്. പക്ഷേ ഇവിടുത്തെ സ്റ്റുഡൻസ് ഉൾപ്പെടെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് പറഞ്ഞത് അടിപൊളി ഫുഡാണ്, നോൺ വെജും വെജും ഒക്കെ ഡെയിലി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും അടിപൊളിയാണെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ സ്റ്റുഡൻസിൻ്റെ അഭിപ്രായം ചോദിച്ചപ്പോഴാണ് അവരെല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല ഹാപ്പി ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. നല്ല സ്മാർട്ടാണ് ഇവിടുത്തെ സ്റ്റുഡൻസ് എല്ലാം. എന്നെക്കാളും സ്മാർട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അവർ നല്ല ക്ലിയർ ആയിട്ട് എല്ലാം ആക്റ്റീവായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നല്ല ഹാപ്പിയാണ് അവർ എല്ലാത്തിനെ കുറിച്ച് പറഞ്ഞു തരുമ്പോഴൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പോൾ ഇവിടുത്തെ സ്റ്റുഡൻസ് എല്ലാം നല്ല ആക്റ്റീവാണ്. നിങ്ങൾക്കത് വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒന്ന് രണ്ട് സ്റ്റുഡൻസിൻ്റെ റെസ്പോൺസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കൂ ഗൈസ്. അപ്പോൾ നമുക്കിത് ഇവിടുത്തെ ഒരു സ്റ്റുഡൻറ്റിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് സ്റ്റഡീസൊക്കെ, എങ്ങനെ പോകുന്നു? ഇവിടെ സ്റ്റഡീസ് ഫസ്റ്റ് ടൈം വന്ന സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ ഇരിക്കും അങ്ങനെ വിചാരിച്ചു. നീറ്റും +1 +2 അപ്പോൾ സയൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം നല്ല പ്രതീക്ഷയാവുന്നുണ്ടായിരുന്നേ. പിന്നെ ഇവിടെ വന്ന് ഇവിടെ ഓക്കെ, പിന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസ്, കോർഡിനേറ്റേഴ്സ്, ഇവിടുത്തെ സാർമാരെല്ലാവരും കൂടെ ഓക്കെ ആക്കിയിട്ട് ഇപ്പം ഓക്കെ ആയിട്ട് പോകും. അപ്പോൾ ഡോക്ടർ ആവണം അങ്ങനെ ഒരു നീറ്റിന് വേണ്ടിയിട്ട് തന്നെ വന്നതാണ്? നീറ്റിന് വേണ്ടിയിട്ട് എനിക്ക് വെറ്റിനറിയാണ് നല്ല താല്പര്യം. അപ്പം ഫസ്റ്റ് ടൈം തന്നെ ക്രാക്ക് ചെയ്യാമെന്നുള്ളൊരു വിശേഷമാണ്. അപ്പോൾ ഇങ്ങനെ നല്ല മോട്ടിവേഷനൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മളെ ഡയറക്ടേഴ്സ് വരും നമ്മളെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഡെയിലി സൺഡേ ഒഴികെ നമുക്ക് മോർണിംഗ് ഒരു 15 മിനിറ്റ്സ് ഇന്ന് എങ്ങനെ പോകണം, എങ്ങനെ കൊണ്ടുപോകണം, ഏത് രീതിയിൽ പോയാൽ അങ്ങനെ നമുക്ക് ഐഡിയ വേണ്ടിയിട്ട് നമ്മൾ അഫ്സൽ സാർ, നമ്മുടെ ഡയറക്ടറാണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ. അപ്പം അവരുടെ ഇതുണ്ടാവും, മോർണിംഗ് മീറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല ഇതിൽ പോകാം. അപ്പോൾ ആ ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെ പോകാൻ പറ്റും. ഭയങ്കര മോട്ടിവേഷൻ. നമ്മൾ ഒട്ടും സ്ട്രെസ്ഫുൾ അല്ല, അങ്ങനെ സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പോൾ +1 എക്സാം ഒക്കെ കഴിഞ്ഞു അല്ലേ? +2 റിവിഷൻ നമ്മളിപ്പോൾ +2ലേക്ക് കയറി. ഇപ്പോൾ +2യുടെ ടോപ്പിക്സ് ഒക്കെ പഠിക്കുവാണോ? നമ്മളിപ്പോൾ +1 ഏകദേശം ഒരു നവംബർ ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ +1 ടോപ്പിക്സ് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് +2 സ്റ്റാർട്ട് ചെയ്തു. ദെൻ പിന്നെ ഒരു ജനുവരി ഒക്കെ ആയപ്പോൾ പിന്നെയും നമ്മൾ +1ലേക്ക് കയറി. പിന്നെ ബോർഡ് എക്സാമിൻ്റെ റിവിഷനൊക്കെ ആയിട്ട് ഇനി ബോർഡ് എക്സാം കഴിഞ്ഞ് ഞങ്ങൾക്ക് പിന്നെയും +2 തന്നെ സ്റ്റാർട്ട് ചെയ്തു. +2 ആണ് പഠിക്കുന്നത്. ഇനി ഒരു ജൂൺ ആകുമ്പോഴത്തേക്ക് ഫുൾ +2 കഴിയും. പിന്നെ നമ്മൾ റിപ്പീറ്റർ മോഡിലേക്ക് കിട്ടും. ഓക്കെ അപ്പോൾ ശരി, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് ഡോപ്പയെ കുറിച്ച് കൂടുതൽ ചോദിക്കാൻ ഒരാളെ കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് പേരെന്താ? ഞാൻ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ. ബ്ലോഗർ. അതെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇപ്പം സെക്കൻഡ് ഇയർ അല്ലേ? അപ്പോൾ ഡോപ്പയിൽ വന്നിട്ട് ഇവിടെ ഡോപ്പയെ കുറിച്ച് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് പറയും?
ഡോപ്പിയിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ഇഷ്ടമാണ്. ഇവിടുത്തെ ഞങ്ങൾക്ക് മോർണിംഗ് മീറ്റ് ഉണ്ടാവും. ഞങ്ങളുടെ സാറ് വന്നിട്ട് ഞങ്ങൾക്ക് എങ്ങനെ ഒരു ഡേ പ്ലാൻ ചെയ്യണം, ഒരു വീക്ക് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരും. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ വേറെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് ഇവിടുത്തെ മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു, കോഡ് ബ്ലൂ പറഞ്ഞിട്ട്. അതിലെങ്ങനെ വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ എല്ലാ നീറ്റിന് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ഉള്ള ചാപ്റ്റർ വൈസ് ബുക്സ് ഉണ്ടാവും. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനാണെങ്കിലും ആൻസർക്കും എല്ലാം അതിന് കിട്ടും. പിന്നെ ഫാക്കൽറ്റീസ്, ഇവിടുത്തെ മെൻറ്റേഴ്സൊക്കെ ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. ഇവർ നമുക്ക് എന്തെങ്കിലും നീഡുണ്ടെങ്കിൽ അതൊക്കെ അപ്പോൾ പറഞ്ഞു തരും. ഫാക്കൽറ്റീസിനോട് എന്ത് ഡൗട്ട് ചോദിച്ചാലും നമുക്ക് മനസ്സിലാവണം അത്രയും നേരം അവർ പറഞ്ഞു തരുന്നു. ഓക്കെ, താങ്ക് യു. ഹായ് ഖദീജ. അപ്പോൾ ഇപ്പോൾ സെക്കൻഡ് ഇയർ അല്ലേ? ഇപ്പം ഇവിടെ ഡോപ്പയിൽ ഇപ്പോൾ 2 വർഷത്തോളം ആയല്ലോ. ഇവിടെ ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ 10th പഠിക്കുന്ന ഇനി +1 പോകുന്നവർക്ക് ഖദീജ റെക്കമെൻഡ് ചെയ്യുവാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഡോപ്പ റെക്കമെൻഡ് ചെയ്യുക? ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഇവിടുത്തെ ഫാക്കൽറ്റീസിനാണ്. കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ ചില ആൾക്കാർക്ക് എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസിനെ കൊണ്ട് ക്ലാസ് കട്ടായാൽ അവർക്ക് പിന്നെ ആ സാർമാർ തന്നെ ക്ലാസ് നമുക്ക് ടാബിലുണ്ടാവും. അപ്പോൾ അത് കേൾക്കാം. പിന്നെ അതുപോലെ വേറെ എന്താ വെച്ചാൽ ആ സാർമാർ നമുക്ക് ക്ലാസ്സിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിൽ കൂടെ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്. പിന്നെ ഓൺലൈനിൽ എന്തെങ്കിലും ക്ലാസ്സിൽ എന്തെങ്കിലും നമുക്ക് ഡയറക്റ്റായിട്ട് ചോദിക്കാം. അങ്ങനത്തെ കുറേ ഇതൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടുത്തെ മെറ്റീരിയൽസ് ഓരോ ചാപ്റ്ററിന് ഓരോ ടോപ്പിക്കിനുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരുന്ന മെറ്റീരിയൽസ് ഉണ്ട് ഓരോ ചാപ്റ്ററിനായിട്ടുള്ള. ഇപ്പോൾ ഫിസിക്സിലാണെങ്കിൽ ഫിസിക്സിൽ ഒരു 6 മൊഡ്യൂൾ ഉണ്ട്. അതിൽ ഓരോന്നിലും ഇത്ര പാർട്ടായിട്ട് ഓരോ ടോപ്പിക്കിനായിട്ട് വരുന്ന അതൊക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് അവരുടെ ഹോസ്റ്റൽ. ഞാൻ അവിടുന്ന് വീഡിയോ എടുത്തതാണ്. അവരുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ അകത്ത് തന്നെയായിട്ടാണ് ഹോസ്റ്റൽ വരുന്നുള്ളത്. പിന്നെ അതേ ഞാൻ ഓരോ മുറികളൊക്കെയാണ് ഇത് വരുന്നുള്ളത്. ഇത് ഗേൾസ് ഹോസ്റ്റലാണ്. അപ്പോൾ അവിടെ തന്നെ അതേ ബാത്റൂമും പിന്നെ ഇപ്പുറത്തായിട്ട് വാർഡൻ്റെ റൂമും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് കാണിച്ചാണ്. പിന്നെ ഇത് ഇവരുടെ ഓഫീസാണ് ഗൈസ്. ഇത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തായിരുന്നു. പിന്നെ അവിടുന്ന് വൈകുന്നേരം വരെ അവർക്ക് ക്ലാസ് ഉണ്ടായി. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്റ്റുഡൻസൊക്കെ ഇറങ്ങി പോകുന്നത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്കൂളിൻ്റെ അകത്ത് വരുന്നത് ഗേൾസിൻ്റെ ഹോസ്റ്റലാണ്. അപ്പോൾ അവരങ്ങോട്ടേക്ക് പോവുകയാണ്. ബോയ്സിൻ്റെ ഹോസ്റ്റൽ അപ്പുറത്താണ് വരുന്നുള്ളത്. അപ്പോൾ അവരങ്ങോട്ടേക്കും പോവുകയാണ്. നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞവരാണെങ്കിൽ നീറ്റ് JEE പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ +1 +2 കൂടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതും ഇങ്ങനെയുള്ള ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ ചേർന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അത് ഇവിടുത്തെ സ്കൂളിലെ സ്റ്റുഡൻസിൻ്റെ ഹാപ്പിനെസ് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഹായ്, എൻ്റെ പേരെന്താ? അഞ്ജിഷ. ഏത് ഇയറാണ്? +2. ഓക്കെ. അപ്പം ഡോപ്പയിൽ എങ്ങനെയുണ്ട്? ഇവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ഇഷ്ടപ്പെട്ടോ? എല്ലാം കുഴപ്പമില്ല, എല്ലാം ഇഷ്ടമാണ്. പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എല്ലാം ഇവരുടെ ടൈം ടേബിൾ ഓപ്പോസിറ്റാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെ? ഫാക്കൽറ്റീസ് എടുക്കുന്ന ക്ലാസ്സിൽ കുറേ ഒരു കോമഡി ആയിട്ട് പറയും. പക്ഷേ സീരിയസ്നെസ് നമുക്ക് മനസ്സിലാവും. നല്ല ഫ്രണ്ട്ലി ആണ്. ഫ്രണ്ട്ലി ആയിട്ടാണ് സാറുമാരുണ്ടാവുക. അതേപോലെ ഡയറക്ടേഴ്സും അങ്ങനെ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൺസെപ്റ്റ് ചെയ്യും. പിന്നെ ഏറ്റവും ഇഷ്ടം എന്താണ് ഇവിടെ? ഇവിടെ വെച്ചാൽ എല്ലാം രസമാണ്. അങ്ങനെ പ്രത്യേകിച്ച് പറയുമ്പോൾ വീട്ടിൽ നിന്ന് മാറി ഇവിടെ നിൽക്കുമ്പോൾ അവരുടെ ഡിഫറൻസ് ഒക്കെ അറിയുന്നുണ്ടോ? അതോ എല്ലാം അടിപൊളിയാണ്? ചില നേരത്ത് നമുക്ക് ഡിപ്രഷൻ അങ്ങനെ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒറ്റയ്ക്കായി പോകുമെന്നുള്ളതൊക്കെ ഉണ്ട്. അല്ലാണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ പാരൻസ് ഒക്കെ വന്ന് വിസിറ്റ് ഒക്കെ ചെയ്യാം അല്ലേ? സൺഡേ വിസിറ്റിംഗ് അതേപോലെ 2 days കോളിങ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം നമ്മൾ കുറേ സ്റ്റുഡൻസിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു അല്ലേ. അപ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് അവരെല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ മോർണിംഗ് മീറ്റിനെ കുറിച്ച്. അതായത് ഇപ്പോൾ രാവിലെ തൊട്ട് എങ്ങനെയാണ് ഒരു ഡേ പ്ലാൻ ചെയ്ത് പോകേണ്ടതെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് ഇവിടുത്തെ ഫാക്കൽറ്റീസ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടുള്ളൊരു കാര്യം എനിക്ക് നല്ല ഇഷ്ടമായിട്ട് തോന്നി. അത് കുറേ പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അവരുടെ ഈ ഒരു അക്കാഡമിക്സും എല്ലാം നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ അവരൊക്കെ എടുത്ത് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ കണ്ടത് കോഡ് ബ്ലൂ എന്ന് പറഞ്ഞൊരു സ്റ്റഡി മെറ്റീരിയലിനെ കുറിച്ചാണ്. അതെനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവർ മാത്രമായിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നവർക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു സ്റ്റഡി മെറ്റീരിയൽ ആണെന്നാണ്. പിന്നെ ചില ആളുകൾക്ക് ഉണ്ടാവില്ല. ഇപ്പം ഞാനാണെങ്കിൽ എനിക്ക് രാത്രി പഠിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ചിലർക്ക് രാവിലെ പഠിക്കാനായിരിക്കും ഇഷ്ടം. അപ്പം നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഷിഫ്റ്റ് ആയിട്ടാണ് ഇവിടെ സ്റ്റഡി വരുന്നത്. മോർണിംഗിൽ പഠിക്കാൻ ഇഷ്ടമുള്ളവർക്ക് മോർണിംഗ് സെഷനും ഉണ്ട്, നൈറ്റിൽ പഠിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നൈറ്റ് സെഷനും ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്കറിയാമല്ലോ ഇതുപോലെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ നമ്മൾ ചേരുന്ന സമയത്താണെങ്കിൽ നമ്മുടെ +1 +2 ഒക്കെ നമ്മൾ കൂടുതലും നമ്മൾ അക്കാഡമിക്സിലൊക്കെ ഫോക്കസ് ചെയ്ത് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ചേരുവാണ്. അപ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടില്ലേ, വെറും സ്റ്റഡി
സ്റ്റഡി മാത്രമായിരിക്കും, അങ്ങനെ ഒന്നുമല്ല. ഇവിടെ എല്ലായിടത്തും ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പം നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ആണെങ്കിലും ഈവൻറ്റ്സും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് ബാലൻസ് ചെയ്തിട്ട് എന്നാൽ അക്കാഡമിക്സിന് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടാണ് ഇവിടെ എല്ലാം പോകുന്നുള്ളത്. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താ പറയുക, അവർക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണല്ലേ പറഞ്ഞപ്പം. ഇത് കേട്ടപ്പോൾ ഞാനാണെങ്കിലും എല്ലാത്തിനും ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഗൈസ്. അപ്പം നിങ്ങൾ 10th കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ്, നിങ്ങൾ ഏത് ചെയ്യും, ഏതിലോട്ട് പോകുന്നൊക്കെ ഇങ്ങനെ പ്ലാൻ +1 കഴിഞ്ഞിട്ട് നോക്കാം, അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് നോക്കാം, അങ്ങനെ ഒരു മൈൻഡിലാണെങ്കിൽ അതിപ്പോൾ തന്നെ മാറ്റിയിട്ട് ഇപ്പോൾ +1 +2യുടെ കൂടെ തന്നെ പഠിക്കുക എന്നുള്ളൊരു മൈൻഡ് ആക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചേർന്ന് പഠിച്ചോളൂ. കാരണം എനിക്ക് അറിയാവുന്നതാണ്, എൻ്റെ എക്സ്പീരിയൻസ് കൂടെയാണ്, അത്രയും ഉണ്ട് പഠിക്കാൻ. കാരണം +1 +2 അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാതൊക്കെ നമ്മൾ ആ ഒരു ഇപ്പം നമുക്ക് തോന്നും അതൊക്കെ രസമാണ്, പക്ഷേ +2 കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകാതൊന്നും അത്ര ഇരുതല്ല. ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോയാൽ നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്, സത്യം പറയുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്തിട്ട് നിങ്ങളിങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ ചേർന്ന് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് 10th പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് അറിയുന്ന ഫ്രണ്ട്സോ ഫാമിലിയോ ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ കമൻറ്റിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, പിന്നെ നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ അതും കൊടുത്തേക്കാം. അപ്പോൾ ഓക്കെ, ബൈ.